നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ചോതി നക്ഷത്ര ജാതിരെ സംബന്ധിച്ചാണ്. ചോതി നക്ഷത്ര ജാതിരുടെ ഏകദേശം 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന ബുധദശാകാല ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. ഏതൊരു ചോതി നക്ഷത്ര ജാതകം ജനിക്കുന്നത് രാഹുർ ദശാകാലത്തിലാണ്. രാഹുർ ദശാകാലം എന്ന് പറയുന്നത് 18 വർഷമാണ് അതിൻ്റെ കാലാവധി. എന്നാൽ എല്ലാ ചോതി നക്ഷത്രജാതർക്കും 18 വർഷം രാഹുർ ദശ കിട്ടണമെന്നില്ല. ജന്മദശയായതുകൊണ്ട് അവർ ജനിക്കുന്ന സമയത്തെ ആശ്രയിച്ച് 18 ദിവസം കിട്ടാം, 18 മാസം കിട്ടാം, 7 വർഷം കിട്ടാം, 5 വർഷം കിട്ടാം, 3 വർഷം കിട്ടാം, ചിലപ്പോൾ 18 വർഷം കിട്ടാം. എന്നാൽ ഇത് നമ്മളൊരു പൊതുഫലം ഒരു വീഡിയോ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കൃത്യതയില്ലാതെ ഇതിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാഹുർ ദശ 18 വർഷം എന്നുള്ളതിൻ്റെ പാതിയിട്ട് കണക്ക് കൂട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏതൊരു ചോതി നക്ഷത്രജാതിൻ്റെയും ജനന ദിവസം മുതൽ ഏകദേശം 9 വയസ്സ് വരെ രാഹുർ ദശാകാലമായിരിക്കും. രാഹുർ ദശാകാലം ആണ് അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. തുടർന്ന് 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെ വ്യാഴദശാകാലമായിരിക്കും. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ശനിദശാകാലമായിരിക്കും. 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ബുധദശാകാലമായി. ഈ ബുധദശാകാലത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ, ഏതൊരു ചോതി നക്ഷത്ര ജാതൻ്റെയും ജാതകത്തിൽ ബുധൻ ശുഭനായിട്ട് നിൽക്കുന്നതോ ഏത് ഭാവത്തിൽ നിൽക്കുന്നോ, ശുഭസ്ഥിതനാണോ അശുഭസ്ഥിതനാണോ എന്നതിനൊക്കെ ആശ്രയിച്ചാണ് ബുധദശാകാലത്തിൻ്റെ ഫലങ്ങൾ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ നല്ല പ്രായം എന്ന് പറയുന്നത്, ചോതി നക്ഷത്രക്കാരുടെ നല്ല പ്രായം എന്ന് പറയുന്നത് ഏകദേശം 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ശനിദശാകാലമാണ്. ഈ ശനിദശാകാലത്തിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഒന്ന് ചുരുക്കം പറഞ്ഞാൽ, ശനിദശാകാലത്തിൽ എന്താണ് കൂടുതലായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വരും, വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും, പ്രവാസ ജീവിതത്തിലേക്ക് പോകേണ്ടി വരും, മനസ്സറിയാതെയുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും, തന്ത്രപരമായിട്ടോ ബുദ്ധിപരമായിട്ടോ ചെയ്യുന്ന ചില വ്യവസായങ്ങളോ ബിസിനസ്സോ വിജയിക്കാനിടയുണ്ട്, ജോലി ലഭിക്കുവാനോ പോകുവാനുള്ള സാധ്യത. കാരണം ജാതകത്തിൽ ശനി എങ്ങനെ നിൽക്കുന്നു, ശുഭനോ അശുഭനോ എന്നതിനെ ആശ്രയിച്ചാണ് ബലം പറയാൻ പറ്റുക. അപ്പോൾ ശുഭസ്ഥിതനാണ് ശനിയെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ, പൈതൃക സ്വത്തുക്കളുടെ ലാഭം, വാർദ്ധക്യം ബാധിച്ചവർ മൂലമുള്ള നേട്ടങ്ങൾ, അല്ലെങ്കിൽ തന്നേക്കാൾ പ്രായമുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപാടിലൂടെയുള്ള നേട്ടങ്ങൾ, തന്നേക്കാൾ കൂടുതൽ പ്രായമുള്ളവരുമായിട്ടുള്ള സംഗമങ്ങൾ, സംയോഗങ്ങൾ, ഇവയൊക്കെ ശനിദശാകാല ഫലങ്ങളായിട്ട് വരുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയുന്നത് ഏകദേശം 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ ബുധദശാകാലമാണ്. ബുധൻ ജാതകപ്രകാരം ശുഭനാണെങ്കിൽ, ജാതകത്തിൽ ശുഭസ്ഥിതനാണെങ്കിൽ ബുധദശാകാലം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സമയമായിരിക്കും. അതിലെടുത്ത് പറയാൻ സാധിക്കുന്ന ഫലങ്ങളെന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടങ്ങൾ, പുരോഗതി, വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടങ്ങൾ, കണക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ഇവയാണ് ബുധദശാകാലത്ത് എടുത്ത് പറയേണ്ടത്. ഒരുപക്ഷെ അതെങ്ങനെ ചോദിച്ചേക്കാം, ഈ 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് എന്ത് ഗുണം കിട്ടാനാണ്? അതായത് നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, ഒരു ജോലിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കഴിവും കാര്യശേഷിയും കൊണ്ട് സ്ഥാനക്കയറ്റം കിട്ടാം, സ്ഥലം മാറ്റം, അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റവും ശമ്പള വർധനവോടുകൂടുള്ള നിലപാടുകളും ഗുണഫലങ്ങളും കിട്ടാം. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിഷയം പഠിച്ചിട്ട് അത് അവതരിപ്പിക്കുവാൻ ഇതുവരെ വേദി കിട്ടാത്തവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കിട്ടാം. ഏതെങ്കിലും വിഷയങ്ങൾ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് അറിവുണ്ട്, അത് പങ്കിടാനായിട്ടൊരു വേദിയില്ല, നിങ്ങൾക്ക് ആ വേദി കിട്ടാം. അതുപോലെ നിങ്ങൾ കണക്കിൽ പ്രഗത്ഭനാണ്, നിങ്ങൾക്കൊരു ജോലിയില്ല, ഒരു ജോലി കിട്ടാം. അങ്ങനെ എഴുത്ത്, ഭാഷ, വായന, ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കലാ, സംഗീത, സാഹിത്യ, നൃത്ത, സർഗ, രചന വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ നല്ല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. സൽപുത്ര ജനനമുണ്ടാകും, വിവാഹാദി മംഗളകർമ്മങ്ങളുടെ നടത്തിപ്പ് ലഭിക്കും,
സ്വർണ്ണാഭരണങ്ങളുടെയും രത്നങ്ങളുടെയും ലഭ്യത ഉണ്ടാകും. വാഹന ലാഭം പ്രതീക്ഷിക്കാം. വീട് കിട്ടുക, ഭൂമി കിട്ടുക, വാഹനം വാങ്ങിക്കാൻ പറ്റുക, വില കൂടിയ വസ്ത്രങ്ങൾ കൈവശം വരിക, സ്വർണ്ണ രത്ന വസ്ത്രാഭരണാദി ലാഭം, വില കൂടിയ വാഹനങ്ങൾ യാത്ര ചെയ്യുക. അതുപോലെ തന്നെ പാണ്ഡിത്യമുള്ളവർ, അറിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവരുമായിട്ടുള്ള സൗഹൃദം വരിക. വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായിട്ട് സൗഹൃദം, അവരുമായിട്ട് ചങ്ങാത്തം, അവരുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരിക. അവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങൾ നടക്കുക. കുടുംബത്തിൽ വിവാഹാദി മംഗള കർമ്മങ്ങൾ നടക്കുക. സംസാരത്തിൽ ഒരു പ്രത്യേക സാമർഥ്യം ഉണ്ടാകുക. സംസാരശേഷി വർദ്ധിക്കുക. ആലോചനാശേഷി വർദ്ധിക്കുക. സംഗീതം കൂടുതലായിട്ട് പാടി ഫലിപ്പിക്കാൻ സാധിക്കുക. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കഥകളും കവിതകളും ഗാനങ്ങളും നാടകങ്ങളും ഒക്കെ രചിക്കാൻ സാധിക്കുക. അതായത് വിശേഷ ബുദ്ധി പ്രകടിപ്പിക്കാൻ പറ്റിയൊരു കാലഘട്ടം. മഹാഭാരതത്തിലെ ഇൻ്റലിജൻ്റ് ബുദ്ധി, അത്തരത്തിലൊരു ബുദ്ധി വികാസത്തിന് ഉതകുന്നൊരു കാലഘട്ടമാണ്. നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റും, ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റും. വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ വലിയ പുരോഗതി. വിദേശത്തൊക്കെ പോയി ഉപരിപഠനം നടത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അതൊക്കെ ഈസിയായിട്ട് നടക്കുന്നൊരു സാഹചര്യം. യോഗ്യതകൾ എം എ BA ഇതുപോലുള്ള യോഗ്യതകൾ ഉണ്ടായിട്ടൊന്നും യോഗ്യതയ്ക്കനുസരിച്ചൊരു ജോലി കിട്ടിയിട്ടില്ലെന്ന് നിരാശരാകുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ശ്രമിച്ചാൽ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ബുധദശാകാലം എന്ന് പറയുന്നത് ശുഭനായിട്ടുള്ള ബുധൻ്റെ ദശാകാലത്തിൽ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, തൊഴിലില്ലാതിരിക്കത്തില്ല, മാനസികമായിട്ടുള്ള സന്തോഷത്തിന് കുറവ് വരത്തില്ല, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും, സൽപുത്ര ജനനമുണ്ടാകും, ബന്ധുക്കളുടെ ചേർച്ച, വിവാഹ വിഷയങ്ങൾ നടക്കും, പിരിഞ്ഞു കഴിയുന്ന ദമ്പതികൾ പോലും ഒരുമിച്ച് പോകാനിടയുണ്ട്, വളർത്തു പക്ഷികളുടെ ഒരു വരവ്, ഒരു ലഭ്യതയുണ്ടാകും. എല്ലാ തരത്തിലുമുള്ള നല്ല കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ നടക്കും. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീർത്ഥാടന, മയിൽപ്പീലി, പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ, പച്ച നിറത്തിലുള്ള കല്ലുകൾ എന്നിവയുടെ ലാഭം, അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മനസന്തോഷം, ഇങ്ങനെയുള്ള ഗുണഫലങ്ങളെല്ലാം ശുഭനായിട്ടുള്ള ബുധൻ്റെ ദശാകാലത്തിൽ പ്രതീക്ഷിക്കാം. ഇനി ബുധൻ അശുഭസ്ഥിതനാണെങ്കിലോ, ബുധൻ ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന തരത്തിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിലോ, കണക്കിൽ തെറ്റുപറ്റാം, എഴുത്തിൽ തെറ്റുപറ്റാം, ജോലിയിൽ വീഴ്ച വരാം, ജോലിയിൽ ഡീപ്രൊമോട്ട് ചെയ്യപ്പെടാം, അതായത് ജോലിയിൽ തരം താഴ്ത്തപ്പെടാം, കാരണം കാണിക്കൽ നോട്ടീസ് ലഭിക്കാം, തൊഴിൽ മേഖലയിൽ അനാവശ്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപവാദങ്ങൾ ഉണ്ടാവാം, സഹപ്രവർത്തകരായിരിക്കും, കുടുംബനാഥനുമായിരിക്കാം, എങ്കിലും ജോലിസ്ഥലത്ത് വെച്ച് കണ്ടു, ഒരു താല്പര്യം തോന്നുന്നു, അവരുടെ കണ്ണും കടം പറഞ്ഞു, കടം കഥയിൽ മനം പോഞ്ഞു, അത് നാട്ടുകാർ കണ്ടു, സഹപ്രവർത്തകർ കണ്ടു, അതൊരു പരാതിയുടെ രൂപത്തിലോ ഒരു ആരോപണത്തിൻ്റെ രൂപത്തിലോ പോസ്റ്ററുകളോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളായിട്ടൊക്കെ പ്രചരിക്കുന്നത് കൊണ്ടുള്ള മാനഹാനി, വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ, രത്നക്കല്ലുകൾ മോഷണം പോകുന്ന അവസ്ഥ, വാക്കുകൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള രോഗദുരിതങ്ങൾ, സ്ട്രോക്ക്, പക്ഷാഘാതം പോലെയുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാവുക. ബുധൻ നീചനായിട്ടുള്ള ദശാകാലമാണെങ്കിൽ രോഗദുരിതങ്ങൾ ഉണ്ടാകുക. വാഗ്ദോഷം സംഭവിക്കുക, പറയുന്നതെല്ലാം ശുദ്ധ വിവരങ്ങളായിരിക്കും, മറ്റുള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കേണ്ടി വരിക, വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും കേസുകളെ നേരിടേണ്ടി വരിക, ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോവുക, കുടുംബപരമായിട്ട് ആർജിച്ചു വെച്ചിരുന്ന സ്വത്തുക്കളൊക്കെ ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വാശിയുടെ പുറത്ത്, പന്തയത്തിൻ്റെ പുറത്ത്, വാക്കുതർക്കത്തിൻ്റെ പുറത്ത് നശിപ്പിക്കുക. ജോലിയിൽ നിന്നാണെങ്കിലും വാക്കുതർക്കങ്ങളുടെ പുറത്ത് ജോലിയിൽ നിന്നും പുറത്തു പോവുക. ചുണങ്ങ സംബന്ധമായ ചർമ്മരോഗം മുതൽ കുഷ്ഠരോഗം വരെ ബുധദശാകാലത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്ത്രീജനങ്ങളുടെ വെറുപ്പ് ഉണ്ടാവുക, സ്ത്രീകളുമായിട്ടൊരു വെറുപ്പുണ്ടാവുക, അറിവുള്ളവരെ ആക്ഷേപിക്കുക,
വിശുദ്ധ ഗ്രന്ഥങ്ങളെയൊക്കെ ആക്ഷേപിക്കുക, നമ്മളെക്കാളും കൂടുതൽ അറിവുള്ളവരൊക്കെ വെറും മണ്ടന്മാരാണെന്ന് പറയുക, നാക്കെടുത്ത് വളച്ചാൽ നുണ പറയുക, നുണയല്ലാതെ കള്ളമല്ലാതെ വേറൊരു വാക്കും പറയത്തേയില്ല. എന്ത് കാര്യത്തിനും കള്ളം പറയുക, കള്ളം പറഞ്ഞത് ഫലിച്ചില്ലെങ്കിൽ വീണ്ടും തെറി പറയുക, അസഭ്യ ഭാഷണം, തെറി പറയുക, ഭീരുവാണെങ്കിലും തെറി പറഞ്ഞ് വെല്ലുവിളിക്കുക, എന്ത് കാര്യത്തിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കള്ളം പറയുക, ആരെക്കൊണ്ടും അപവാദം പറയുക, ആരെക്കൊണ്ടും സ്വന്തം അമ്മയെ കൊണ്ട് പോകണമെങ്കിലും അപവാദം പറയുക, ചുമ്മാതെ നടക്കുമ്പോഴും തെറി പറഞ്ഞ് നടക്കുക, വാഹനയാത്ര ചെയ്യുമ്പോഴും തെറിപ്പാട്ടുകൾ പാടുക, അശ്ലീലം കലർന്ന ഭാഷണം സദാസമയം പറയുക, ഒരു വിട്ടുവീഴ്ചയില്ല കാര്യം. ഇങ്ങനെയുള്ളൊരു രീതിയിലേക്ക് മാറാം. കൂടുതലായിട്ടൊക്കെ ബുധന നീചത്വം ഭവിച്ചാൽ ഓർമ്മക്കുറവ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഭാഷണം, ഇതൊക്കെ വരും. അപ്പോൾ ശുഭനായിട്ടുള്ള ബുധൻ്റെ കാലത്ത് തെറ്റില്ലാതെയുള്ള നേട്ടങ്ങളും സൽകീർത്തിയും ധനലബ്ധിയും ആരോഗ്യപുഷ്ടിയും കാമുകന്മാരുടെ സല്ലാപ ശൃംഗാര രസ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുകയും എല്ലാ തരത്തിലുമുള്ള സുഖഭോഗങ്ങൾ, പുത്രലാഭം, പിന്നെ വിവാഹലബ്ധി, പുതിയ ഗൃഹലബ്ധി, ഇങ്ങനെയുള്ള ഒരുപൂടി നേട്ടങ്ങൾ. നീചാവസ്ഥയിലുള്ള ബുധനാണെങ്കിലും വാക്കുതർക്കം കൊണ്ട് സകലത നശിപ്പിക്കും. മിണ്ടാതിരിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും നമുക്ക് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അവിടെ കയറി എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറയും. അതുവഴി ഒന്നെങ്കിൽ കേസാകും, അല്ലെങ്കിൽ ഫൈനാവും, എന്തെങ്കിലും പ്രശ്നമാണ്. വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളോടും ദമ്പതിമാരോടും ജീവിത പങ്കാളിയോടും മക്കളോടും ബന്ധുക്കളോടുമൊക്കെ നല്ല ഭാഷയിൽ സംസാരിക്കുന്ന രീതിയെ കാണത്തില്ല. നാക്കെടുത്ത് വളർത്താൻ നുണ പറയുക, കള്ളം പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക, തെറി പറയുക. ഇങ്ങനെയുള്ളൊരവസ്ഥ മുതൽ ശാരീരികമായിട്ടുള്ള അവശതകൾ, ഭാഗ്യക്കുറിയിലൊക്കെ കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ, ചൂതുകളി മൂലം കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതുമൊക്കെ ഈ ബുധൻ പ്രതികൂലനാകുന്ന സാഹചര്യത്തിലുണ്ടാവാം. എങ്കിലും നമ്മളിപ്പോൾ ഈ ബുധൻ്റെ സ്വഭാവ ഗുണദോഷ ഫലങ്ങൾ പറയുമ്പോൾ ചോതി നക്ഷത്രയാതിരെ സംബന്ധിച്ച് പറഞ്ഞാൽ ബുധദശാകാലം എന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളില്ലാതെ ഒരു ഭേദപ്പെട്ട കാലമായിരിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പ്രശ്നങ്ങളുണ്ടാകും, എന്നാലും മറ്റുള്ള ശനിദോഷത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ഭേദമായിരിക്കും. ഒരു ക്ഷേമകരമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകാൻ സാധിക്കും. അങ്ങനെയാണ് പറയുക. എങ്കിലും അതിൻ്റെ കൂടുതലായിട്ടുള്ള ഗുണദോഷ ഫലങ്ങളെ നമ്മൾ സൂക്ഷ്മസ്ഫുടം ചെയ്തെടുക്കണമെങ്കിൽ ഈ ജാതകത്തിലെ ബുധൻ്റെ സ്ഥിതി ഒക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അത് കഴിയുന്നതും നിങ്ങൾക്ക് ബുധദശാകാലമാണെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ബുധൻ ശുഭനോ അശുഭനോ എന്ന് വ്യക്തതയില്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ സമീപിച്ചിട്ട് ബുധദശാകാലം ഇത് ശുഭനാണോ അശുഭനാണോ ബുധൻ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അങ്ങനെ മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ശുഭനായിട്ടുള്ള ബുധൻ എല്ലാ തരത്തിലും ഉള്ള നേട്ടങ്ങൾ തരും. വാക്കിൻ്റെ നാഥനാണ് ബുധൻ. വാക്ക്, വിദ്യ, തൊഴിൽ, ഇതിനെയൊക്കെ ബുധൻ സ്വാധീനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്വാധീനിക്കുന്ന എല്ലാ മേഖലകളിലും നമുക്ക് വിജയം പ്രതീക്ഷിക്കും. അദ്ദേഹം ശുഭനാണെങ്കിൽ. അദ്ദേഹം അശുഭനാണെങ്കിൽ വാക്ക് തർക്കം കൊണ്ടുള്ള ആക്രമണത്തിന് വിധേയരാകുന്നത് മുതൽ വിവരക്കേടും തെറിപ്പാട്ടും പാടുന്നത് വരെയുള്ള തലത്തിലേക്ക് ഫലം മാറി മറിയും. അതാണ് വ്യത്യാസം. കാരണം എപ്പോഴും മ്ലേച്ഛമായിട്ടുള്ള ഭാഷണം ചെയ്യുന്ന ഒരാളെയും ആരും ഇഷ്ടപ്പെടില്ല. സ്വന്തം വീട്ടുകാർ പോലും ഇഷ്ടപ്പെടില്ല. സംസാരിക്കുമ്പോൾ മാന്യത പുലർത്തുകയും എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവനാണെങ്കിൽ പോലും അവനെയും അർഹിക്കുന്ന വിധത്തിൽ നമ്മൾ മാനിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. അപ്പം ആ ഒരു വകതിരിവും ബോധവും ബുധൻ നീചനാകുന്ന അവസ്ഥയിൽ നഷ്ടപ്പെടാനിടയുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ കോടതി കേസുകളിലൊക്കെ ചെല്ലുമ്പം എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകൾ പറയുന്നതും ഫൈൻ മേടിക്കുന്നത്, ഫൈൻ അടയ്ക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വെല്ലുവിളികൾ നടത്താനിടയാകുക. ഇവൻ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നതൊന്നും ചെയ്യാൻ കഴിവില്ല, അവന് ഭയമായിരിക്കും.
എങ്കിലും 4 പേര് കാണാൻ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ എന്തെങ്കിലും വെല്ലുവിളിക്കും. ഇത് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അവനെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. ലാസ്റ്റ് കേസും വഴക്കും എല്ലാം കൂടെ ഇവിടെ തന്നെ വരും. ഇതുപോലുള്ള ഉരകുടുക്കുകളിൽ ചെന്നപ്പെടുന്നത് ബുധൻ നീചനാകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നീചനാകുന്ന ബുധൻ നമ്മളെ കാരാഗ്രഹത്തിൽ വരെ ഉണ്ടാക്കാൻ സാധിക്കും. ശുഭനാകുന്ന ബുധനാകട്ടെ നമ്മുടെ ഭരണത്തിൻ്റെ അങ്ങേയറ്റത്ത് എന്താണോ അധികാര പദവി, ആ പദവിയിൽ വരെ എത്തിക്കാൻ ബുധന് കഴിയും. ബുധൻ നിസ്സാരക്കാരനല്ല. അതാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഈ നക്ഷത്രക്കാരെക്കുറിച്ചും ഈ ബുധദശാകാലത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോ പുറകെ വരുന്നതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ബുധൻ നീചനായി പോയാൽ എന്താണ് പരിഹാരം? ബുധൻ നീചനായി പോവുകയാണെങ്കിൽ ശ്രീകൃഷ്ണനെയാണ് ഭജിക്കേണ്ടതെന്നാണ് പറയുക. ജ്യോതിഷപരമായിട്ട് പറഞ്ഞു ശ്രീകൃഷ്ണനെ ഭജിക്കുക. തുളസി ദളം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ മാല ചേർത്തുക, മാല കെട്ടി ചേർത്തുക. തുളസി ദളം കൊണ്ട് അർച്ചന നടത്തുക. പിന്നെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്നതും, ബുധനാഴ്ച ദിവസങ്ങളിലെല്ലാം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും, തുളസിദളം പോലെയുള്ളവ ശിരസിൽ ചൂടുന്നതും ബുധദോഷ പരിഹാരമായിട്ട് ജ്യോതിഷത്തിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ പച്ചപ്പനൻ തത്ത എന്ന് പറയുന്ന പക്ഷി, ആ പക്ഷിക്ക് അതിന് പിടിച്ച് കൂട്ടിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത്. നമ്മൾ അടച്ചിട്ട് അതിന് കൊടുക്കുന്ന ദാനമൊന്നുമല്ല, അതിനെ ബന്ധിക്കാനേ പാടില്ല. പറന്ന് വരുന്ന നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തോ വയലിൻ്റെ മുറ്റത്തൊക്കെ യാദൃച്ഛമായിട്ട് പറന്ന് വരുന്ന തത്തകളെ കണ്ടല്ല അവയ്ക്ക് ചെറുപയർ, പച്ച നിറത്തിലുള്ള ചെറുപയർ ദാനം ചെയ്യുന്നതും ബുധദോഷ പരിഹാരമായിട്ട് ജ്യോതിഷത്തിൽ വിധിക്കാറുണ്ട്. ഇതൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള ചൂണ്ടിക്കാണിക്കലുകളാണ്. ഇനി ബുധദശയെക്കുറിച്ചും ഈ നക്ഷത്രക്കാരെക്കുറിച്ചും ജ്യോതി നക്ഷത്രക്കാരെക്കുറിച്ചും ഒക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോകൾ ഞങ്ങൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നതാണ്. തൽക്കാലം ഇത് ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം.